Praise God. Hallelujah. Thank you, Jesus. Hallelujah. Thank you, Lord. നമ്മുടെ കൈകളെ ഉയർത്തി കർത്താവേ, 2024 പ്രവേശിക്കാൻ നീ ഞങ്ങളെ സഹായിച്ചതിനായി നന്ദി പറയുന്നു. കർത്താവിൻ്റെ സ്റ്റോർ ഹൗസിൽ ശേഖരിച്ചു വച്ചിട്ടുള്ളതെല്ലാം ഇന്ന് രാത്രി നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി റിലീസ് ചെയ്യുന്നതിനായി നന്ദി പറയുന്നു. കൈകൾ ഉയർന്നിരിക്കുമ്പോൾ ചില നിമിഷങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ഭാഷകളിൽ സംസാരിക്കാം. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ വായി തുറന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഭാഷകൾ സംസാരിക്കും. പരിശുദ്ധാത്മ നിറവിലാണ് ഈ വർഷം ആരംഭിക്കുന്നത്. എല്ലാവരുടെയും ശബ്ദം ഉയർത്തി ഇതുവരെ പരിശുദ്ധാത്മാവിന്റെ ഭാഷകൾ സംസാരിച്ചിട്ടില്ലാത്തവർ ഇപ്പോൾ വായി തുറക്കുക. നിങ്ങളുടെ നാവ് ചലിപ്പിക്കുക, തൊണ്ടയിലെ ശബ്ദം ഉയർത്തുക. പോരാ, കൂടുതൽ ശബ്ദത്തിൽ ജനത്തിന്റെ ശബ്ദം ഉയരട്ടെ. അധരങ്ങളെ തുറന്നുകൊണ്ട് അന്യഭാഷയിൽ സ്തുതിക്കാൻ തുടങ്ങിയാലും എല്ലാ ദൈവമക്കളും സ്വർഗീയ ഭാഷകളിൽ പിതാവിനോട് സംസാരിക്കാൻ തുടങ്ങിയാലും Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Worship you, Father. Worship you, Father. Thank you, Jesus. Worship you. Thank you, Lord. Thank you, Jesus. Thank you, Jesus. Holy Spirit, we thank you for everything that you are doing in this place. പരിശുദ്ധാത്മാവ് അങ്ങ് ചെയ്യുന്ന സകല പ്രവൃത്തികൾക്കുമായി ഞങ്ങൾ നന്ദി പറയുന്നു. Touch every individual tonight, Father. ഓരോ വ്യക്തികളെയും അങ്ങ് തുടരണമേ പിതാവേ. Father, bless everyone in an individual way. വ്യക്തിപരമായി ഇവിടെ വന്നിരിക്കുന്ന ഓരോ വ്യക്തികളെ പിതാവേ അങ്ങ് സ്പർശിക്കണമേ. Speak to every boy, girl, every adult. കർത്താവിലുള്ള ഓരോ കുഞ്ഞുങ്ങളോടും, ആൺകുട്ടികളോടും, പെൺകുഞ്ഞുങ്ങളോടും, ഓരോ മുതിർന്നവരോടും വ്യക്തിപരമായി അങ്ങ് സംസാരിക്കണമേ. In Jesus' name. യേശുവിൻ നാമത്തിൽ തന്നെ. Amen. 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 Yes, Lord. Yes, Lord. പരിശുദ്ധാത്മാവ് പറയുന്നു, സ്വപ്നങ്ങളെ നുള്ളിക്കളഞ്ഞ കരത്തെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വെട്ടിക്കളയും. നന്നായിട്ട് അടിക്കുക. യേശുവിന്റെ നാമത്തിൽ ദൈവം നൽകിയ സ്വപ്നങ്ങളെ നുള്ളിക്കളയാൻ ശ്രമിച്ച
എല്ലാ പൈശാചിക ശക്തികളും രാത്രിയിൽ ശാസിച്ചതിനെ മാറ്റുകയാണ്. പോരാ പോരാ, ശക്തിയുടെ അഭിഷേകത്തിൽ നിറഞ്ഞു. Every dream I command to come back. എല്ലാ സ്വപ്നങ്ങളും മടങ്ങി വരട്ടെ എന്ന് കൽപ്പിക്കുകയാണ്. തലയുടെ രണ്ട് സൈഡിലും കൈ ഇങ്ങനെ വെക്കാമോ? കർത്താവ് തന്ന സ്വപ്നങ്ങൾ ചിലതൊക്കെ മറന്നുപോയി. കാരണം ഏതൊക്കെയോ രീതിയിൽ പിശാച് അത് നുള്ളിക്കളയാൻ ശ്രമിച്ചു. ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോൾ പറയുക, യേശുവിന്റെ നാമത്തിൽ ദൈവം തന്ന സ്വപ്നങ്ങൾ മടങ്ങി വരട്ടെ. വീണ്ടും പറയാം, യേശുവിൻ നാമത്തിൽ ദൈവം തന്ന സ്വപ്നങ്ങൾ മടങ്ങി വരട്ടെ. യേശുവിൻ നാമത്തിൽ ദൈവം തന്ന സ്വപ്നങ്ങൾ മടങ്ങി വരട്ടെ. യേശുവിൻ നാമത്തിൽ ദൈവം തന്ന സ്വപ്നങ്ങൾ മടങ്ങി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവം തന്ന സ്വപ്നങ്ങൾ മടങ്ങി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവം തന്ന സ്വപ്നങ്ങൾ മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. Hallelujah. Thank you, Jesus. ദയവായത് സ്ഥലങ്ങളിൽ ഇരിക്കുക. സ്റ്റേജിലും സ്റ്റേജിൻ്റെ മുന്നിലും ഇരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും ദയവായി ശ്രദ്ധിക്കുക. ബോയ്സ് ആൻഡ് ഗേൾസ്, നിങ്ങളോട് യേശു എന്ന് സംസാരിക്കും. കേട്ടോ? നിങ്ങളോട് യേശു സംസാരിക്കും. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാവ് പോലെ നിങ്ങളുടെ മേൽ വന്നിറങ്ങും. പ്രവചിക്കുന്ന പുത്രന്മാരും പുത്രിമാരും എഴുന്നേൽക്കും. കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്. കുഞ്ഞുങ്ങൾ ഇവിടെ നോക്ക്. ബോയ്സ് ആൻഡ് ഗേൾസ്, ലിസൺ ടു മീ. നിങ്ങളോട് ഇന്ന് യേശു സംസാരിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ പ്രാവ് പോലെ ഇറങ്ങി വരും. പ്രവചിക്കുന്ന നാവുകളും പ്രവചിക്കുന്ന അധരങ്ങളും ഈ കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവ് പകരാൻ പോവുക. മാതാപിതാക്കൾ കൈയടിച്ച് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ഞാൻ റൂമിലിരുന്ന് ഒത്തിരി നേരം പ്രാർത്ഥിച്ചു. എന്നിട്ട് എനിക്ക് ക്ലാരിറ്റിയിലൊന്നും മനസ്സിലായില്ല. പക്ഷേ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു സീരീസായി കുറേ ദൂതുകൾ കർത്താവ് എനിക്ക് തന്നു. എൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവിടെ ഇങ്ങനെ തേജസ്സോടെ തങ്ങി നിൽക്കുകയാണ്. അടുത്തിരിക്കുന്ന ആളെ തൊട്ടിട്ട് പറയുക, ഈ പരിശുദ്ധാത്മ അന്തരീക്ഷത്തിൽ എന്തും സംഭവിക്കാം. ഈ പരിശുദ്ധാത്മ അന്തരീക്ഷത്തിൽ എന്തും സംഭവിക്കാം. ഈ പരിശുദ്ധാത്മ അന്തരീക്ഷത്തിൽ എന്ത് സംഭവിക്കാം. എല്ലാവരും അബ്രൂസ്മ നോക്കുക. എല്ലാവരും പറഞ്ഞില്ല. എല്ലാവരെയും കാണാം ഇവിടെ നിൽക്കുമ്പോൾ. ഈ പരിശുദ്ധാത്മ അന്തരീക്ഷത്തിൽ എന്തും സംഭവിക്കാം. ഈ പരിശുദ്ധാത്മ അന്തരീക്ഷത്തിൽ എന്തും സംഭവിക്കാം. ഈ പരിശുദ്ധാത്മ അന്തരീക്ഷത്തിൽ എന്തും സംഭവിക്കാം. എന്തു തന്നാലും സ്വീകരിക്കാൻ തയ്യാറാണോ? We are ready. Holy Spirit, we are ready.
സമയക്കുറവുകൊണ്ട് വേഗത്തിൽ കട്ട് ചെയ്ത് പോവുകയാണ്. പരിശുദ്ധാത്മാവ് തന്ന വചനഭാഗം ആദ്യം തന്നെ എഴുതുക. ഡ്യൂട്രോണമി ചാപ്റ്റർ 7 വേഴ്സ് നമ്പർ 6. ഇത് ബ്ലെസ്സിങ് ടുഡേ സൗത്ത് റീജിയൻ, അതുപോലെ തിരുവനന്തപുരം, ഇതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാവർക്കുമുള്ള സ്പെഷ്യലായിട്ടുള്ള സ്പെഷ്യൽ ഡോസാണ്. എഴുതി തയ്യാറാക്കിയ ഒരു പ്രസംഗമല്ല, വ്യക്തമായി ശക്തമായി പരിശുദ്ധാത്മാവ് എടുത്തു തരുന്ന ദൂതുകളാണ് ഞാൻ വിളിച്ചു പറയാൻ പോകുന്നത്. ആവർത്തന പുസ്തകം 7-ാം അധ്യായം 6-ാം വചനമാണ് ദേവദാസൻ നമുക്ക് വേണ്ടി അദ്ദേഹത്തെ കർത്താവ് ഏൽപ്പിച്ചത്. ഞാൻ വായിക്കുന്നു. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ ആരാധന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കണ്ടതാണ് ഞാൻ പറയുന്നത്. ഈ ഒരു അപ്പൻ്റെ ഹൃദയം മക്കളെ കാണുമ്പോൾ ഇങ്ങനെ സന്തോഷിക്കുന്നത് പോലെ കർത്താവിൻ്റെ ഹൃദയം ഈ ജനുവരി 1 കർത്താവിൻ്റെ പാദപീഠത്തിൽ വന്നിരിക്കുന്ന ജനങ്ങളെ കണ്ടിട്ടങ്ങ് സന്തോഷിച്ച്, അതെൻ്റെ ഉള്ളിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് ഞാനിത് പറയുന്നത്. ചില കാര്യങ്ങൾ കുറിച്ച് വെക്കുക. അവിടെ പറയുന്നത് യു ആർ എ പീപ്പിൾ ഹോളി ടു ദ ലോർഡ് യുവർ ഗോഡ്. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. നമ്പർ 1, വിശുദ്ധ ജനം. ആമേൻ. എഴുതി വെക്ക്. വിശുദ്ധ ജനം പറഞ്ഞെഴുതുക. വിശുദ്ധ ജനം. വിശുദ്ധ ജനം പറ. വിശുദ്ധ ജനം. എല്ലാവരും പറഞ്ഞില്ല. വിശുദ്ധ ജനം. ജനുവരി 1 തീരുമാനിക്കാമോ, ഈ വർഷം ഒരു അശുദ്ധിയിലേക്ക് ഞാൻ പോകില്ല. ഹല്ലേലൂയ. ഹലോ, ദൈവമക്കളുടെ ബ്രാൻഡിങ് ഇതാണ്. ആമേൻ. വിശുദ്ധ ജനം. ആമേൻ. ലാൽ ബാഷാർ ധാമ സഥേരിയ. ആമേൻ. ആമേൻ. അതായത് അശുദ്ധിയിലേക്ക് കൈനീട്ടരുത്. നീ അശുദ്ധ ജനമല്ല, വിശുദ്ധ ജനമാണ്. ആമേൻ. അതൊന്ന് പറഞ്ഞു കൊടുക്കുക. നാം അശുദ്ധ ജനമല്ല, വിശുദ്ധ ജനമാണ്. അടുത്തിരിക്കുന്ന ആളെ നോക്കി പറഞ്ഞേ, നാം അശുദ്ധ ജനമല്ല, വിശുദ്ധ ജനമാണ്. അടുത്തിരിക്കുന്ന മറ്റൊരാളോട്, നാം അശുദ്ധ ജനമല്ല, വിശുദ്ധ ജനമാണ്. നാം അശുദ്ധ ജനമല്ല, വിശുദ്ധ ജനമാണ്. കഴിഞ്ഞ ദിവസം പരിശുദ്ധാത്മാവ് പറഞ്ഞതാണ്, ഇറ്റ്സ് നോട്ട് ദി സൂയേജ് ഓഫ് ദിസ് വേൾഡ് that should flow through us but the living waters. പരിശുദ്ധാത്മാവ് കഴിഞ്ഞ ദിവസം ദേവദാസനോട് പറഞ്ഞൊരു കാര്യം, ഇതാ ഈ ലോകത്തിന്റെ അഴുക്ക് ചാലുകളല്ല നമ്മുടെ ഉള്ളിലൂടെ ഒഴുകേണ്ടത്, പകരം ജീവജലത്തിന്റെ നദികളാണ് ഒഴുകേണ്ടത്. പറഞ്ഞേ, മലിനജലമല്ല, ജീവജലമാണ് എന്നിലൂടെ ഒഴുകുന്നത്. ജീവജലമാണ് എന്നിലൂടെ ഒഴുകേണ്ടത്. എല്ലാവരും കാണുന്ന ചാനലുകൾ ദൈവജനം കാണാൻ പാടില്ല. ആമേൻ. ആമേൻ. സകല ഉണർവും തീയും തീർന്നു. എന്നെ കല്ലെറിയാതെ നോക്കിക്കൊള്ളണം എല്ലാ പാസ്റ്റേഴ്സ്. ഇപ്പൊ ഈ പാസ്റ്റേഴ്സ് ഇത് പ്രസംഗിച്ച പാസ്റ്റേഴ്സിനെ കല്ലെറിയും. പക്ഷെ ഞാൻ ആ ഏറ് കൊള്ളാൻ തയ്യാറാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രവാചകൻ എൻ്റെ അടുത്ത് വന്നിട്ട് വെടിവെക്കുന്നത് പോലെ എന്നോട് പ്രവചിക്കുകയാണ്. എല്ലാവരും ചെയ്യുന്നത് ചെയ്യാൻ നിനക്ക് അനുവാദമില്ല. എന്നോട് ആക്രോശിച്ചാ പ്രവചിക്കുന്നു. എല്ലാ മനുഷ്യരും ചെയ്യുന്നത് ചെയ്യാൻ നിനക്ക് അനുവാദമില്ല എന്ന് വെച്ചാൽ സ്വർഗം അനുവദിക്കുന്നില്ല, നിന്റെ പിതാവ് നിന്നെ അനുവദിക്കുന്നില്ല.
ഇവിടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് സ്വർഗത്തിലെ ഡാഡിക്ക് വലിയ സ്വപ്നങ്ങളുണ്ട്, വലിയ പ്രതീക്ഷകളുണ്ട്. പക്ഷെ അവിടെ എത്തിച്ചേരണമെങ്കിൽ അതിനുള്ള റൂട്ടാണ് ഞാൻ പറയുന്നത്. എല്ലാവരും ജീവിക്കുന്നത് പോലെ നീ ജീവിക്കരുത്. പറഞ്ഞു കൊടുത്ത് മറ്റുള്ളവർ ജീവിക്കുന്നത് പോലെ ജീവിക്കുവാൻ നിങ്ങൾക്ക് അവകാശമില്ല, അനുവാദമില്ല. ഹല്ലേലൂയ. കാരണം കർത്താവ് നിങ്ങളെ തെരഞ്ഞെടുത്ത വിശുദ്ധ ജനമാണ് നമ്മൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് കിട്ടിയ മോനെ, പൊന്നു മോനെ, വർഷങ്ങൾ കാത്തിരുന്ന് കിട്ടിയ പൊന്നു മോനെ ഹന്ന അമ്മച്ചി, മമ്മി നേരെ എവിടെ കൊണ്ടുപോയി കൊടുത്തത്? ദേവാലയത്തിൽ കൊണ്ടുപോയി കൊടുത്തു, ശമൂവേൽ ബാലനെ. അതിൻ്റെ അർത്ഥം എല്ലാ ബാലന്മാരും ചെയ്യുന്നത് അവന് ചെയ്യാൻ പാടില്ല. അവൻ വളരുന്നത് ദൈവ സാന്നിധ്യത്തിലാണ്. അവൻ കേൾക്കുന്നത് അവൻ്റെ ഡാഡിയുടെ മമ്മിയുടെ ശബ്ദമല്ല, സ്വർഗത്തിലെ ദൈവം അവനെ വിളിക്കുന്നു. എന്താ വിളിക്കുന്നത്? ശമൂവേലേ, ശമൂവേലേ. ഇവിടെ ഇരിക്കുന്ന ദൈവത്തിന്റെ വിളിയുള്ള ജനമാണ്. കുറച്ചുകൂടി തെളിച്ചു പറയാം. മനുഷ്യരല്ല, ബ്ലെസ്സിംഗ് ടുഡേ അല്ല, ഡാനിയൽ ബ്രദർ അല്ല നിങ്ങളെ വിളിച്ചത്, സ്വർഗത്തിലെ പിതാവാണ് നിങ്ങളെ വിളിച്ചത്. വിശുദ്ധ വിളി, പരമവിളി, ഉന്നത വിളി, എന്തൊക്കെയാ അതിനെ പറയാ? സ്വർഗീയ വിളി. ഇതൊരു ഭയങ്കര വിളിയാ. നമ്പർ 1, വിശുദ്ധ ജനം. എഴുതി വെക്കുക, വിശുദ്ധ ജനം, വിശുദ്ധ ജനം. അടുത്തത്, the Lord your God has chosen you out of all the peoples on the face of the earth. ഇതാ നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമാകുന്നു. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് ദൈവമായ യഹോവ തിരഞ്ഞെടുത്തു. അടുത്തത്, തിരഞ്ഞെടുക്കപ്പെട്ട ജനം. എഴുതി വെക്കുക, തിരഞ്ഞെടുക്കപ്പെട്ട ജനം. chosen generation, തിരഞ്ഞെടുക്കപ്പെട്ട തലമുറ. chosen people, തിരഞ്ഞെടുക്കപ്പെട്ട ജനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തത്, his people, അവന്റെ ജനം. എഴുതി വെക്കുക, അവന്റെ ജനം. എൻ്റെ അർത്ഥം, എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ ചോദിക്കാനും പറയാനും ഒരാളുണ്ട്. ഒത്തിരി പേര് അതാ പറയുന്നത്, എനിക്ക് എന്തെങ്കിലും സംഭവിച്ച ആരാ ഉള്ളത്? ഉണ്ട് കുഞ്ഞെ, ആക്ഷൻ എടുക്കാൻ ഒരാൾ അവിടെ ഇരിപ്പുണ്ട്. നിന്നെ വിളിച്ചവൻ, നിന്റെ പിതാവ് നിനക്ക് വേണ്ടി അവിടെ ഉണ്ട്. അവന്റെ കണ്ണുകൾ ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുക, റഡാർ കണ്ണുകളോടെ. എന്തെങ്കിലും തൻ്റെ കുഞ്ഞിന് സംഭവിച്ചാൽ നോക്കാൻ ആളുണ്ട്. അടുത്ത ആളോട് പറ, എന്നെ നോക്കാൻ ആളുണ്ടെന്ന് പറ. എന്നെ നോക്കാൻ ആളുണ്ട്. എന്നെ ആക്ഷനോട് പറ, എന്നെ നോക്കാൻ ആളുണ്ട്, എന്നെ നോക്കാൻ ആളുണ്ട്. ഹല്ലേലൂയ. അടുത്തത്, ട്രഷേർഡ് പൊസഷൻ. അതിനെങ്ങനെയാണ് അതിൻ്റെ മലയാളം? ട്രഷേർഡ് പൊസഷൻ, വിലയേറിയ സമ്പാദ്യം, ഒരു നിക്ഷേപം. നിക്ഷേപം. ട്രഷർ എന്ന് പറയാൻ നിധിയോ? നിധി. ട്രഷേർഡ് പൊസഷൻ. നല്ല മലയാളം ആരെങ്കിലും ഒന്ന് പറഞ്ഞതാ? അത് മലയാളം ബൈബിളിൽ അത് കൃത്യമായിട്ട് അത് വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ദൈവത്തിന്റെ നിക്ഷേപമാണ് നിങ്ങൾ. അതെ, ദൈവത്തിന്റെ നിക്ഷേപമാണ്. ആമേൻ. എഴുതി വെച്ചോ? എന്തൊക്കെ എഴുതി? പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. വിശുദ്ധ ജനം, വിശുദ്ധ ജനമാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. സ്വന്തം ജനം, സ്വന്തം ജനമാണ്. നിക്ഷേപം, ദൈവത്തിന്റെ നിക്ഷേപമാണ്. ദൈവത്തിന്റെ നിക്ഷേപമാണ്. ആമേൻ. അല്ലെങ്കിൽ ദൈവത്തിന്റെ നിധിയാണ് നീ. ആമേൻ. പക്ഷെ ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോയി എൻ്റെ കാര്യം ബ്രദറിന് അറിഞ്ഞുകൂടെ? എൻ്റെ ജീവിതം ബ്രദറിന് അറിയാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്. അതാണ് നമ്മുടെ കുഴപ്പം. ഏതായാലും ഒരു കാര്യം പറയാം, ഞാനാണിത് പറയുന്നതെങ്കിൽ വിശ്വസിക്കേണ്ടായിരുന്നു. ആകാശവും ഭൂമിയും മാറിയാലും മാറാത്ത, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം, വ്യാജം പറയാൻ അറിയാത്ത, കള്ളം പറയാൻ, പൊളിവാക്ക് പറയാൻ, പഴഞ്ചാക്ക് പോലത്തെ വാക്ക് പറയാൻ അറിയാത്തൊരു ദൈവമാണിത് പറയുന്നത്. വിശ്വസിച്ചുകൂടെ? ഹല്ലേലൂയ. ഹല്ലേലൂയ. 8ാമത്തെ വചനത്തിൽ പറയുന്നത്, but it was because 7 ഒന്ന് വായിച്ചു. 7
നിങ്ങൾ സംഖ്യയിൽ സകല ജാതികളെക്കാളും പെരുപ്പമുള്ളവരാകൊണ്ടല്ല യഹോവ നിങ്ങളെ പ്രിയപ്പെട്ട് തിരഞ്ഞെടുത്തത്. അല്ലെങ്കിൽ നീ ഭൂരിപക്ഷമായതുകൊണ്ടല്ല, മെജോറിറ്റി ആയതുകൊണ്ടല്ല ദൈവം നിന്നെ തിരഞ്ഞെടുത്തത്. ഓക്കെ, നിങ്ങൾ സകല ജാതികളെക്കാളും കുറഞ്ഞവരല്ലോ ആയിരുന്നത്. നിങ്ങളൊരു ന്യൂനപക്ഷമാണ്. അടുത്തത്, യഹോവ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടും നിങ്ങളുടെ ഹലോ എന്തുകൊണ്ടാണ് കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തത്? ഭൂരിപക്ഷമായതുകൊണ്ടല്ല, ന്യൂനപക്ഷമാണ്, അതുകൊണ്ടുമല്ല, കർത്താവ് നിന്നെ സ്നേഹിച്ചത് കൊണ്ട്. ഇങ്ങനെയൊക്കെ ബൈബിളിലുണ്ടല്ലേ? 1-ാം തീയതി ഇതൊക്കെ മനസ്സിലാക്കിക്കോ. But it was because the Lord loved you and kept the oath he swore to his ancestors that he brought you out of a mighty hand and redeemed you from the land of slavery, from the power of Pharaoh, king of Egypt. യഹോവ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടും നിങ്ങളുടെ പിതാക്കന്മാരോട് താൻ ചെയ്ത സത്യം പാലിക്കുന്നത് കൊണ്ടും അത്രേ യഹോവ നിങ്ങളെ ബലമുള്ള കൈയാൽ പുറപ്പെടുവിച്ച് അടിമവീടായ മിസ്രയീമിന്റെ രാജാവായ ഫറവോന്റെ കയ്യിൽ നിന്ന് വീണ്ടെടുത്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറെ പേർക്ക് ഒരു ഭയങ്കര സങ്കടം, എന്നോട് ഐ ലവ് യു പറയാൻ ആരുമില്ല. അല്ല, അങ്ങനെ പറയാൻ ആരുമില്ലെന്നും പറഞ്ഞ് മൂഡ് ഓഫ് ആയി ചിലരൊക്കെ ആത്മഹത്യ ചെയ്യാൻ നടക്കുക. എന്നോട് ഐ ലവ് യു പറയാൻ ആരുമില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നീ ഭൂരിപക്ഷമായതുകൊണ്ടല്ല, നീ വെറും ന്യൂനപക്ഷമാണ്, എന്നാൽ ഞാൻ നിന്നെ സ്നേഹിച്ചത് കൊണ്ട്. ഒരാൾ പറയുവാണ് ഐ ലവ് യു. എടാ, അങ്ങോട്ടും ഇങ്ങോട്ടും ബൈക്കിന് പോകുന്ന ഒരുത്തെ കണ്ണിറുക്കി ഐ ലവ് പറയുമ്പോഴല്ല ഐ ലവ് യു ആകുന്നത്. ചങ്ക് തന്ന് നമ്മെ സ്നേഹിച്ചിട്ടാ പറയുന്നത് ഐ ലവ് യു. വിശ്വസിച്ചുകൂടെ? ഇത് തിരിച്ചറിഞ്ഞാൽ ഡിപ്രഷൻ ഇന്ന് മാറും. ആരെങ്കിലുമൊക്കെ ഇട്ടിട്ട് പോയെങ്കിൽ ബാക്കിയുള്ള ജീവിതം കൂടെ നശിപ്പിക്കരുതോ. ആരോടോ പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരിക്കലും ഇട്ടിട്ട് പോകാത്ത ഒരുവനുണ്ട്. അവൻ ചങ്ക് തന്ന് സ്നേഹിച്ച് തെളിയിച്ച ശേഷം പറയോ ഐ ലവ് യു. ഉണ്ടെന്നേ, സ്നേഹിക്കാൻ ആളുണ്ട്. എനിക്ക് മറ്റേത് വരുന്നു, ഏത് പൊട്ടാസ് പോലെ ആക്കി കളയല്ലേ. 1 2 3. ഈ തിരുവനന്തപുരത്ത് വരുമ്പോ ഇതൊക്കെ വരുമല്ലോ. കുറെ നാള് മറന്നു കിടക്കുമായിരുന്നു, എല്ലാം ഫൗണ്ടനൊക്കെ തുറന്നു വരുന്നുണ്ട്. 1 2 3 come on. വെച്ചാ ബോംബ് പൊട്ടിയെന്ന് അർത്ഥം, സ്ഫോടക വസ്തു പൊട്ടിയെന്ന് തന്നെ അർത്ഥം, പൊട്ടാനുള്ളത് പൊട്ടിയെന്ന് തന്നെ അർത്ഥം. അടുത്ത ഒന്ന് ചോദിച്ചോ, 1-ാം തീയതി ഇങ്ങനെയാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ എന്തായിരിക്കും? 1-ാം തീയതി ഇങ്ങനെയാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ എന്തായിരിക്കും? ഇപ്പോഴെനിക്ക് മനസ്സിലായത്. വെയിറ്റ് കാനഡയിൽ ഇരുന്നുകൊണ്ട് ഒരു ദൈവദാസൻ പ്രാർത്ഥിച്ചിട്ട് 3 കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോഴാണ് എനിക്ക് എൻ്റെ സാധനങ്ങൾ തിരിഞ്ഞു വരുന്നത്. ഇന്നലെ ഞാനത് പറഞ്ഞു. ഒന്ന്, ഈ വർഷത്തിൻ്റെ പ്രത്യേകതകൾ: ഹോപ്പ്, സെലിബ്രേഷൻ, ബ്യൂട്ടി. 3 കാര്യങ്ങളാണ് പറഞ്ഞു ബ്ലെസ്സിംഗ് ടുഡേക്ക്. ഹോപ്പ്, സെലിബ്രേഷൻ, ബ്യൂട്ടി. പറഞ്ഞു. പ്രത്യാശ, ആഘോഷം, സൗന്ദര്യം. പ്രത്യാശ, ആഘോഷം, സൗന്ദര്യം. അടുത്ത ആള് പറയും, ഈ വർഷം വിലാപം ക്യാൻസൽ ചെയ്തിരിക്കുന്നു. അതെല്ലാവർക്കും മനസ്സിലായില്ല. നാടൻ ഭാഷയെ പറയും, ഈ വർഷം കരച്ചിൽ, കണ്ണുനീർ,
ക്യാൻസൽഡ്. കാരണം ആഘോഷിക്കാനേ നേരമുള്ളൂ. സെലിബ്രേഷൻ വരികയാണ് ദൈവജനം. സെലിബ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നറിയണമെങ്കിൽ തിരുവനന്തപുരം ബ്ലെസ്സിംഗ് ടുഡേയിൽ വന്ന് കാണണം. ആരെങ്കിലും ചോദിക്കുക എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യേണ്ടത്, വന്ന് കാണാൻ പറയണം. ട്രിവാൻഡ്രം ബ്ലെസ്സിംഗ് സെന്ററിൽ വന്ന് ഞങ്ങളെ സൗത്ത് റീജിയനിൽ വന്ന് കാണ്. എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യേണ്ടത് ഞങ്ങൾ പഠിപ്പിച്ചു തരാം. എന്റെ DJ വരുമ്പോൾ ഇങ്ങനെ ആഡ് ചെയ്യാ പോരാ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഞങ്ങൾക്ക് കളർ ബൾബൊന്നും വേണ്ടെന്നേ. പുകയില്ലേലും കളർ ബൾബില്ലേലും ഖദിനാവെടി പൊട്ടിയില്ലേലും ഞങ്ങൾക്കറിയാം ആഘോഷിക്കാൻ. This is a celebration that is coming from heaven. ഭൂമിയിൽ നിന്നുള്ള ഉറവുകളല്ല, സ്വർഗത്തിലെ ഉറവുകൾ തുറക്കുകയാണ്. Come on. പാട്ടുകാരും നൃത്തം ചവിട്ടുന്നവരും പറയണം, എന്ത് പറയണം? ഞങ്ങളുടെ ഉറവുകളൊക്കെയും അവനിലാകുന്നു. കൈകൾ ഉയർത്തി തലയ്ക്ക് മുകളിൽ സന്തോഷത്തോടെ വന്നു കൂടുവീൻ, സംഗീതത്തോടെ സ്തുതി പാടുവീൻ. സന്തോഷത്തോടെ വന്നു കൂടുവീൻ, സംഗീതത്തോടെ. ഓ അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ. ഓ നല്ലവനല്ലോ, ഓ അവൻ വല്ലഭനല്ലോ. യേശു നല്ലവൻ, യേശു നല്ലവനല്ലോ, യേശു നല്ലവനല്ലോ, യേശു നല്ലവനല്ലോ. ഓ യേശു നല്ലവനല്ലോ, ഓ യേശു നല്ലവനല്ലോ, ദയ എന്നുമുള്ളത് യേശു നല്ലവനല്ലോ. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ യേശു നല്ലവനല്ലോ, ദയ എന്നുമുള്ളത് യേശു വല്ലഭനല്ലോ, സ്തുതി. യേശു നല്ലവനല്ലോ, യേശു വല്ല
ഹല്ലേലൂയ. ആ നിന്ന് നിൽപ്പിൽ അടുത്ത ആളെ തോട്ടി വിളിച്ചിട്ട് പറയാ, ഡാൻസ് പഠിക്കാൻ ഡാൻസ് ക്ലാസ്സിൽ പോകണ്ട, ബ്ലെസ്സിംഗ് ടുഡേയിൽ വന്നാൽ മതി. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, നീ ചാടി തുള്ളിയപ്പോൾ കൊളസ്ട്രോളിന്റെ മേലാ ചവിട്ടിയത്, ഡയബറ്റീസിനെയാ ചവിട്ടിയത്, ക്യാൻസറിനെയാ ചവിട്ടിയത്. നിന്റെ രോഗത്തെ കാൽ കീഴിട്ട് ചവിട്ടി ഡിപ്രഷൻ പലരിൽ നിന്നും വിട്ടുമാറുക. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, 2024 ഡിപ്രഷൻ അടിച്ചിരിക്കാൻ സമയമില്ല. This is the year to celebrate. കർത്താവാണ് പറഞ്ഞതെങ്കിൽ നടന്നിരിക്കും. ഞാൻ വീണ്ടും പറയാം, കർത്താവിന്റെ സ്വരമാണ് നീ കേട്ടതെങ്കിൽ അത് നടന്നിരിക്കും. Hope, celebration, beauty. Hope, celebration, beauty. Everybody, hope, celebration, beauty. Come on. Hope, celebration, beauty. സ്വീകരിക്കുക. Hope, celebration, beauty. Come on. Hope, celebration, beauty. Hope, celebration, beauty. Hope, celebration, beauty. Hope, celebration, beauty. ഈ ശുശ്രൂഷകര് ഭവന സന്ദർശനം സ്റ്റിക്കർ ഒട്ടിക്കാനൊക്കെ പോകുമല്ലോ, സ്റ്റിക്കർ ഒട്ടിക്കാൻ, എണ്ണ പൂശി പ്രാർത്ഥിക്കാനൊക്കെ, ഓയിൽ അനോയിന്റിങ്ങിനൊക്കെ പോകുമ്പോൾ എല്ലാ വീട്ടിലും ആ സ്റ്റെപ്പിലോട്ട് കയറുമ്പോൾ ആദ്യം ഈ വർഷം പറയുന്നത് ഹോപ്പ്, Celebration, beauty. Come on. Hope, celebration, beauty. 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 അതിന്റെ പകർച്ച എവിടെ നടക്കുന്നത്? Celebration, beauty. Hope, 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 celebration, beauty. ആമേൻ. ഹല്ലേലൂയ. Hallelujah. Oh Jesus. Oh Jesus. ഹല്ലേലൂയ. Hallelujah. ഇവിടെ വിസിലൊന്നുമില്ല ഇവിടെ. അടേ. അടേ. Yes, hallelujah. Oh, rarashidine. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ ന്യൂ ഇയർ ചിലർ തുടങ്ങുന്നത് ബാറിലാണ്, നമ്മൾ തുടങ്ങുന്നതും ബാറിലാണ്. Amen. Hope, celebration, beauty. ഇത് എവിടെയാ തുടങ്ങിയത്? ബൈബിളിൽ കാണിച്ചതാ ബ്രദറെ. അപ്പർ റൂമിലേക്ക് വാ, മാളിക മുറിയിലേക്ക് വാ. വെയിറ്റ്. മാളിക മുറിയിൽ നിന്നും പത്രോസും അന്ത്രയോസും ഫിലിപ്പോസും നഥനയേലും 120 പേരും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ജനം പറഞ്ഞു, ഇവരെ കുടിച്ച് പൂസായിരിക്കുക. അവസാന പ്രസംഗത്തിന്റെ ഒരു വിഷയമാക്കിയത് മാറ്റി. അദ്ദേഹം പറഞ്ഞു, അയ്യോ അല്ലല്ല, പകൽ ഏതാണ്ട് 9 മണി രാവിലെ ആയിട്ടുള്ളൂ, ബാറ് തുറന്നിട്ടില്ല, ഞങ്ങൾ പ്രാർത്ഥനയ്ക്കിരുന്നതാണ്. പക്ഷേ സ്വർഗത്തിലെ തുരുത്തിയിൽ നിന്നും വീഞ്ഞ് ചരിഞ്ഞു, ഞങ്ങളുടെ മേൽ വീണു, ഞങ്ങൾ കുടിച്ചു.
വെയിറ്റ്. ഈ ആത്മാർത്ഥമായി ഇപ്പൊ കുടിയന്മാർ പല ടൈപ്പ്. മാന്യമായി കുടിക്കുന്ന ആളുകളുണ്ട്. അവരുടെ വീട്ടിൽ ഒരു കുപ്പി മേടിച്ചു വെച്ചിട്ട് അതൊക്കെ കിടക്കുന്നതിന് മുമ്പ് ഒരു പെഗ് അടിച്ചിട്ട് നേരെ കിടക്കും. ഭാര്യയ്ക്ക് ശല്യമില്ല, മക്കൾക്ക് ശല്യമില്ല, അയൽവക്കക്കാർക്ക് ശല്യം. പക്ഷെ ആത്മാർത്ഥമായി ബാറിൽ പോകുന്നവരുണ്ട്. അതെങ്ങനെയെന്ന് വെച്ചാൽ അവർ പുറത്തിറങ്ങി നല്ലൊരു ബാറിലേക്ക് കയറും, നല്ല നല്ല സാധനങ്ങൾ ഓർഡർ ചെയ്യും. എന്നിട്ട് 1, 2, 3, 4 നരിയാണിയോളമായി, മുട്ടോളമായി, അരയോളമായി, പിന്നെ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്തൊരു പരുവത്തിലെത്തും. വെയിറ്റ്. എന്നിട്ട് അവര് റോഡിലേക്ക് ഇറങ്ങും. പിന്നെ ട്രാഫിക് കൺട്രോളൊക്കെ അവരാ. പിന്നെ അവസാനം എവിടെ കാണാമെന്നറിയോ? പോലീസ് സ്റ്റേഷനിൽ കാണാം, അല്ലെങ്കിൽ ജയിലിൽ കാണാം. അത് ആത്മാർത്ഥമായി കുടിക്കുന്നവർ. പത്രോസും കൂട്ടരും ആത്മാർത്ഥമായി കുടിച്ചു. അവര് പ്രസംഗിച്ചു, എല്ലാവരും പറഞ്ഞ് അടിച്ച് പൂസായിക്കുവോ. പിറ്റേ ദിവസം അവര് ജയിലിലുണ്ട്. അടിച്ച് റെഡിയാക്കി ജയിലിൽ കൊണ്ടുപോയിട്ടു. തിരുവനന്തപുരം പ്ലസന്റുള്ളിൽ അങ്ങനത്തെ ചിലതൊക്കെ വേണം കുഞ്ഞ്. പണ്ട് ട്രാഫിക് കൺട്രോൾ നടത്തിയതല്ലേ, ഇനി മര്യാദ നടന്ന്. മുട്ടോളമല്ല അരയോളം പോർ വലിയൊരു ജീവനദിയൊഴുകാം. മുട്ടോളമല്ല അരയോളം പോര വലിയൊരു ജീവൻ. ഓ നീന്തിട്ടല്ലാതെ ഓ നീരുറവ ഇന്ന് ഇങ്ങനെ നീന്തിയിട്ടല്ലാതെ എന്ന് പറയുമ്പോ നീന്തിയിട്ടല്ലാതെ എന്ന് പറയും. മുട്ടോളമല്ല അരയോളം പോർ വലിയൊരു ജീവനദിയൊഴുകാൻ. മുട്ടോളമല്ല അരയോളം പോർ വലിയൊരു ജീവൻ. ഓ നീന്തിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന്. ഓ നീന്തിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന്. ഓ ക്രിസ്തുനാളിൽ മഴ പെയ്ച്ച പരമപിതാവേ. ഓ ക്രിസ്തുനാളിൽ മഴ പെയ്ച്ച പരമപിതാവേ. മുൻമഴ പെയ്യണം, മാലിന്യം മറയണം, ജനമുണർന്ന്. ഓ മുൻമഴ പെയ്യണം, ജനമുണർന്ന്. ഓ ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി. ചലിക്കുന്ന പ്രാണികളുണ്ടോ? ചലനശേഷിയുള്ളവരുണ്ടോ? ചൈതന്യം നൽകണം, നവജീവൻ വേണം നിത്യതയിലെത്തി. ഓ ചൈതന്യം നൽകണം, ഓ നിത്യതയിലെത്തി ആശ്വസിച്ചിടാം. ക്രിസ്തുനാളിൽ പരമപിതാവേ. ഓ ക്രിസ്തുനാളിൽ മഴ പെയ്ച്ച പിന്മഴ പെയ്യണം. ഓ ജനമുണർന്ന്. ഓ പിന്മഴ പെയ്യണം. ഓ ജനമുണർന്ന്. ഓ സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല, ദൈവത്തിന്റെ ആത്മാ. സൈന്യത്താലെ അല്ല, ഓ ദൈവത്തിന്റെ ആത്മാ. ഓ ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം മാണിക്കല്ലു. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം മാണിക്കല്ലു. കയൽ ദൈവസഭ പണിയ ക്രിസ്തുനാളിൽ പിതാവേ. ഓ ക്രിസ്തുനാളിൽ
പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഇന്ന് രാത്രിയുടെ തുള്ളുന്നതും ചാടുന്നതും ഗ്രാമങ്ങളുടെ വിടുതലാണ്, പട്ടണങ്ങളുടെ വിടുതലാണ്, ദേശങ്ങളുടെ വിടുതലാണ്, കുടുംബങ്ങളുടെ വിടുതലാണ്. മാനസിക രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോവുകയാണ്. ഡിപ്രഷൻ യേശുവിന്റെ നാമത്തിൽ ഗുഡ് ബൈ പറഞ്ഞ് മാറിപ്പോവുകയാണ്. അസന്തുഷ്ടി നിന്നെ കടന്നു പിടിക്കുകയില്ല. സെലിബ്രേഷൻ ഉള്ളിടത്ത് നിരാശയ്ക്ക് വകുപ്പില്ല കുഞ്ഞ്. ഈ കുടിക്കാൻ പ്രായം ഒരു വിഷയമൊന്നുമല്ല. ഏത് പ്രായത്തിലുള്ളവർക്കും കുടിക്കാമെന്നാണ് എൻ്റെ വിശ്വാസം. സ്വർഗത്തിലെ വീഞ്ഞു തുരുത്തികൾ ചെരിയുമ്പോൾ മോന്തി കുടിക്കാൻ തയ്യാറായാൽ ജീവിതത്തിൽ ഒരിക്കലും ഒരു മിനിറ്റ് പോലും അസന്തുഷ്ടിയിലിരിക്കാനോ നിരാശയിലിരിക്കാനോ ഡിപ്രഷനിലിരിക്കാനോ സമയമില്ല. എടാ, എനിക്ക് സമയമില്ല. ഹല്ലേലൂയ. ഇവിടെ നോക്ക്, ഞങ്ങളുടെ നാട്ടില്, ഞങ്ങളുടെ ഗ്രാമത്തില് നമ്പർ 1 കുടിയൻ എൻ്റെ അപ്പനായിരുന്നു. ആ വീട്ടിലാണ് ഞാൻ വളർന്നത്. അതിൻ്റെ അപ്പുറത്തോട്ട് വേറൊരാളില്ല. സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലാണ് എൻ്റെ ഫാദർ. കുടിച്ച് സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലാണ് എൻ്റെ ഫാദർ. കുടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ മാറ്റം കാണുന്നത് ഭാഷയിലാണ്. പച്ച മലയാളി, പിന്നെ ഇംഗ്ലീഷേ പറയുള്ളൂ. ഭാഷ മാറും. അടുത്ത ആളുടെ പറ കുടിച്ചു കഴിഞ്ഞാൽ ഭാഷ മാറുന്നു. ഹല്ലേലൂയ. എത്ര പേരുടെ ഭാഷ മാറി. ഓ, പെന്തക്കോസ്ത് നാളിൽ ഭാഷ മാറ്റം സംഭവിച്ചു തുടങ്ങിയതാ. 21-ാം നൂറ്റാണ്ടിലായിട്ടും ഭാഷ മാറിക്കൊണ്ടിരിക്കുന്നു. നീ അടിച്ചിട്ടുണ്ടോ ഇല്ലയോ? ഭാഷ മാറിയില്ല എന്നുള്ളത് അറിയാം. വാ തുറക്ക, ഫ്ലോ, വാ തുറക്ക, ഭാഷകൾ പുറത്തു വരട്ടെ. എല്ലാ കുഞ്ഞുങ്ങളും വാ തുറക്ക. കുഞ്ഞുങ്ങൾ വാ തുറക്ക. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ വാ തുറക്ക. പുത്രിമാരുടെ മേലും എന്റെ ആത്മാവിനെ ഞാൻ പകരും. അവർ പ്രവചിക്കും. ശക്തിയോടെ എല്ലാ കുഞ്ഞുങ്ങളും
മാറട്ടെ, ഭാഷ മാറട്ടെ, ഈ ജനത്തിന്റെ ഭാഷ മാറട്ടെ, ഭാഷ മാറട്ടെ. എല്ലാ പുരുഷന്മാരും സ്ത്രീകളും വാ തുറക്കുക. ഓ ഓ, നിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ സീല് വീഴുകയോ, മുദ്ര വീഴുകയോ. പ്രവചനത്തിന്റെ ആത്മാവിനെ ഞാൻ പകരുന്നു. പുത്രന്മാരുടെ മേൽ, പുത്രിമാരുടെ മേൽ, യൗവനക്കാരുടെ മേൽ പ്രവചനത്തിന്റെ ആത്മാവിനെ ഞാൻ പകരുന്നു. പ്രവചിക്കുക. Supernatural move of the Holy Spirit. Supernatural move of the Holy Spirit. January 1. Yeah. നിന്റെ ജീവിതം തുടങ്ങുന്നത് സൂപ്പർ നാച്ചുറലിലാണ്. ആത്മാവിൽ ആരംഭിക്കുക, ആത്മാവിൽ ആരംഭിക്കുക. Oh Jesus. Thank you Jesus. ഇനി ആരും ഇരിക്കണ്ട, തീർക്കാൻ പോവുക. എല്ലാവരും നിന്നോ. ഇനി പറയുന്ന ഓരോന്നും ശ്രദ്ധിച്ചോളാം. 1994 ഞാൻ ജനിച്ചു വളർന്ന വീട്ടിൽ എൻ്റെ കട്ടിലിരുന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഒരു പ്രഭാതത്തിൽ കർത്താവിൻ്റെ ഒരു സാധനം കാണിച്ചു, ഒരു ലോഗോ പോലെ ഒരു സാധനം. അത് ഇതായിരുന്നു: God drop a revival bomb in Cochin. ഞാൻ ചെയ്ത് കേൾക്കണോ? അത് ഞാൻ എഴുതിയെടുത്തു. ഞാൻ എൻ്റെ സൈക്കിളാണോ ബൈക്കാണോ ബൈക്ക് എടുത്ത് അന്നത്തെ പ്രെയർ ഹാളിൽ പോയി. എൻ്റെ പുറകിലൊരു ബ്ലാക്ക് ബോർഡുണ്ട്, ചോക്കുണ്ട്, ഡസ്റ്ററുണ്ട്. വലിയ അക്ഷരത്തിൽ ഞാൻ എഴുതി, ഗാഡ് ഡ്രോപ്പ് എ റിവൈവൽ ബോംബ് ഇൻ കൊച്ചിൻ. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഇന്നിവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരെയും ഒരു റിവൈവൽ ബോംബാക്കി മാറ്റിയിട്ടേ ഞാൻ വിടും. 94 നടന്നത് 20 വർഷങ്ങൾക്ക് മുമ്പ്, ശരിയല്ലേ? 20 വർഷം, അത് 30 വർഷം, 30 വർഷം, 30 വർഷത്തിന് മുമ്പ് നടന്നത് പരിശുദ്ധാത്മാവിൽ ഓർപ്പിച്ചെങ്കിൽ ഞാനേ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ ഒരു ഭാഷ കൂടി പറഞ്ഞത് ആരും വേറെ രീതിയിൽ വ്യാഖ്യാനിക്കരുത്. ബിബി ബ്രദർ അതിനുള്ള പ്രൊട്ടക്ഷനൊക്കെ എടുക്കുമെന്ന് വിശ്വസിക്കുന്നു. കർത്താവ് എന്നോട് പറഞ്ഞത് പറയാം, ചിലതിനെ ഇവിടെ ചാവേർ ബോംബുകളെ പോലെ ആക്കാൻ പോവുക. എന്താ ഈ ചാവേർ ബോംബെന്ന് പറഞ്ഞാൽ ആർക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും? ചാവേർ ബോംബെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും വ്യാഖ്യാനിക്കാൻ അറിയാമോ? പൊട്ടിത്തെറിക്കുകയും ചെയ്യും, സ്വയം ചാകുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ ജീവൻ കൊടുത്തും മിഷൻ തീർത്തും, ജീവൻ കൊടുത്തും മിഷൻ പൂർത്തിയാക്കും. ചാവേർ ബോംബ് ആരെങ്കിലും ഉണ്ടോ ഇവിടെ? യേശുവിന് വേണ്ടി ചാവേർ ബോംബാകാൻ, ജീവൻ കൊടുത്തും ജീവൻ പൊലിഞ്ഞാലും ദൗത്യം പൂർത്തിയാക്കുന്ന ഒരു കൂട്ടത്തെ സൗത്ത് റീജിയനിൽ, തിരുവനന്തപുരത്ത്
കർത്താവ് എഴുന്നേൽപ്പിക്കുക. ഒരു യേശുവിന് വേണ്ടി ഒരു ജാവേർ ബോംബാകാനും ഞാൻ തയ്യാറാണെന്ന് പറയുന്ന രണ്ട് കൈകളും ഉയർത്തി ആ സീലിംഗിൽ തൊടുന്ന പോലെ പൊക്കിപ്പിടിച്ചോ, പൊക്കിപ്പിടിച്ചോ. ജീവൻ കൊടുത്തു. ഞാൻ എന്റെ ജീവന് വിലയേറിയതായി എണ്ണുന്നില്ല, ഒരു പാനീയ യാഗമായി സമർപ്പിക്കുക. ചില യൂത്ത് അൺലിമിറ്റഡിലെ ചില യുവജനങ്ങളുടെ മേൽ ചില മുദ്ര വീഴുകയോ, ജീവൻ കൊടുത്തും മിഷൻ പൂർത്തിയാക്കാൻ. ഇതായിടാം കൈ ഉയർത്തിയത് സ്വർഗം ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇദ്ദേഹം മാത്രമല്ല വീഡിയോ എടുക്കുന്നത്, സ്വർഗത്തിൽ വീഡിയോ ഉണ്ട്, കേട്ടായിരുന്നോ? ഇദ്ദേഹം മാത്രമല്ല, മോളിൽ നിന്നൊരു വീഡിയോ ഉണ്ട്. ചില സ്നാപ്പൊക്കെ പോകുന്നുണ്ട് അങ്ങോട്ട്. നീ സമർപ്പിച്ചെങ്കിൽ നിന്റെ നെറ്റിമേൽ അടയാളം വീണു. പരിശുദ്ധാത്മാവ് നിന്നെ ഇന്നു മുതൽ ഏറ്റെടുത്ത് നടന്നു. ഒന്ന് കേട്ടെ, ഒന്ന് കേട്ടെ. 2008 തോന്നുന്നു ഒരു സുനാമി അടിച്ചത്. ആർക്കെങ്കിലും ഓർമ്മയുണ്ട്? 2008 ഒരു സുനാമി അടിച്ചത് ഓർമ്മയുണ്ടോ? എന്നാ 4 അല്ലെങ്കിൽ 4 തർക്കിക്കുന്നില്ല, നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നും വേണം. ഞാൻ ഒരു കാര്യം പറയട്ടെ. ആ സുനാമി അടിച്ച സമയത്ത് ഈ കൊല്ലം ഭാഗത്ത്, ആലപ്പുഴ ആ അവിടേക്ക് അടിച്ചെന്ന് തോന്നുന്നു അല്ലേ? അന്ന് ഓർമ്മയുള്ളവരാരെങ്കിലും ഉണ്ടോ? ആ സുനാമി അടിച്ചപ്പോൾ ഓർമ്മയുള്ളവർ ആരെങ്കിലും ഉണ്ടോ? സുരേഷ് ഇങ്ങോട്ട് വാ, മൂപ്പിലോട്ട് വാ. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? കന്യാകുമാരി ഭാഗത്തൊക്കെ അടിച്ചു, ഈ തിരുന്തി അവിടേക്ക് അടിച്ചല്ലോ. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? കൈവക്ക്, കാണിക്കട്ടെ, കാണട്ടെ. ഓർമ്മയുണ്ടോ? എന്നാ കേട്ടോ, ഉണർവിൻ്റെ ഒരു സുനാമി തിര നിന്നിലൂടെ അടിക്കാൻ പോവുകയാണ്. നിന്നെ തന്നെ ഒരു സുനാമി തിരയാക്കി അവൻ മാറ്റുക. You are a tsunami wave, a revival tsunami wave. എടാ, സുനാമിയുടെ മുമ്പിൽ ആരാ നിൽക്കുന്നത്? തിമിംഗലം നിൽക്കുമോ? സ്രാവ് നിൽക്കുമോ? കപ്പൽ നിൽക്കുമോ? പോലീസ് നിൽക്കുമോ? പട്ടാളം നിൽക്കുമോ? സുനാമിയുടെ മുമ്പിൽ നിൽക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? നിന്നെ ദൈവം ഒരു സുനാമി തിരമാലയാക്കി, ഒന്നിനെയും വകവയ്ക്കാതെ, ഇരുട്ടിന്റെ ശക്തികളെ വകവയ്ക്കാതെ, ഒന്നിനെയും വകവയ്ക്കാത്ത, ഒന്നിനെയും ഭയപ്പെടാത്ത ഒരു സുനാമി തിരയായി കർത്താവ് നിന്നെ അഭിഷേകം ചെയ്യുക. നിന്നഗ്നിയ നിറയ്ക്കുക, നിൻ ശക്തി നിറയ്ക്കുക, നിൻ ജീവനാൽ നിന്നെ ഘോഷിക്കുക. നിറയ്ക്കുക, നിൻ ശക്തിയാൽ നിറയ്ക്കുക. ഓ, നിറയ്ക്കുക, നിൻ ജീവനാൽ നിന്നെ നിന്നഗ്നിയാൽ നിറയ്ക്കുക, നിൻ ശക്തിയാൽ നിറയ്ക്കുക, നിൻ ജീവനാൽ നിന്നെ ഘോഷിക്കുക. നിറയ്ക്കുക, നിന്നഗ്നിയാൽ നിറയ്ക്കുക, നിൻ ശക്തിയാൽ നിറയ്ക്കുക, നിൻ ജീവനാൽ നിന്നെ ഘോഷിക്കുക.
ഒരു നിമിഷം ഒരു 4 പേരോടെങ്കിലും കൈ കൊടുത്തിട്ട് പറയുക, നീ ഒരു സ്ഫോടക വസ്തുവാണെന്ന് പറ. നീ ഒരു സ്ഫോടക വസ്തുവാണ്. You are an explosive. നീ ഒരു സ്ഫോടക വസ്തുവാണ്. ജിജി ബ്രദറെ, നീ വാവുഞ്ഞ്, നീ ഒരു സ്ഫോടക വസ്തുവാണ്. Fire! 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 ഇവനെ കർത്താവ് ഒരു എക്സ്പ്ലോസീവായി മാറ്റുകയാണ്. You are explosive. You are explosive. You are explosive. You are explosive. എപ്പോ വേണേലും പൊട്ടാം, സൂക്ഷിച്ചോളണം. ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരെ നോക്കി ഞാൻ പറയോ, you are an explosive. You are an explosive. എപ്പോ വേണേലും റിവൈവൽ പൊട്ടി വരാം. അതിനുള്ളതെല്ലാം നിന്റെ അകത്തുണ്ട്. ഉണ്ട് കുഞ്ഞ്, ഉണ്ട്. എല്ലാവരും khara bara. എന്റെ മക്കളെ, ഈ സ്റ്റേജിൽ മുഴുവൻ എക്സ്പ്ലോസീവ് ആണ്. നാടുകൾക്ക് ബോംബ് വയ്ക്കാൻ പറ്റിയ ചാവേർപ്പടകൾ ഇതിനകത്തുണ്ട്. എല്ലാ ചാവേറും പൊട്ടുമ്പോൾ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെങ്കിൽ, നീയാകുന്ന യേശുവിന്റെ ചാവേറ് പൊട്ടുമ്പോൾ ജനം രക്ഷിക്കപ്പെടും, ജനം സൗഖ്യമാകും, മദ്യപാനികൾ മാനസാന്തരപ്പെടും. കൈകൾ ഉയർത്തി പറഞ്ഞ യേശുവിന്റെ ചാവേറാണ്.
നിറയ്ക്കും യേശു
Santa. Fire. Yeshua. Yeshua. അപ്പസ്റ്റോളിക് ടീംസ് ഇതിനകത്ത് നിന്ന് കർത്താവ് എഴുന്നേൽപ്പിക്കുക. അയക്കപ്പെടുന്ന ഒരു സംഘം, നിയോഗത്തോടെ പോയി കാര്യങ്ങൾ ചെയ്യുന്നൊരു സംഘം. ബ്ലെസ്സിംഗ് സെന്ററുകൾക്ക് ജന്മം നൽകാൻ പോകുകയാണ്. എല്ലാരും പറഞ്ഞേ, ആട് പ്രസവിച്ചാൽ ആട്. പറഞ്ഞേ, ആട് പ്രസവിച്ചാൽ ആട്, ആന പ്രസവിച്ചാൽ ആന. ആ അളവിൽ ചില വലിയ ബ്ലെസ്സിംഗ് സെന്ററുകൾ, ഡോക്ടർ ബ്ലെസ്സിംഗ് സെന്റേഴ്സ്, ചില പുത്രിക ബ്ലെസ്സിംഗ് സെന്ററുകൾ പോലെ
ഒരു ആർമി ഓഫ് മിനിസ്റ്റേഴ്സ്, ശുശ്രൂഷകരുടെ സൈന്യം. എല്ലാവരും പറ, ശുശ്രൂഷകരുടെ സൈന്യം എഴുന്നേൽക്കാൻ പോകും. പരിശുദ്ധാത്മാവ് പറഞ്ഞു, lands will be released. സ്ഥലങ്ങൾ, സഭകൾക്ക് പ്രാർത്ഥനാലയത്തിനുള്ള സ്ഥലങ്ങൾ റിലീസ് ചെയ്യപ്പെടാൻ പോകുകയാണ്. ആരെങ്കിലും പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കണം. ഭൂമിയും അതിന്റെ പൂർണ്ണതയും കർത്താവിന്റേതാണ്. പരിശുദ്ധാത്മാവ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥലം കൊടുത്തേക്കണം. മനുഷ്യർക്ക് വേണ്ടിയല്ല, ഇതിന്റെ ജന്മിയായ, ഇതിന്റെ ലാൻഡ് ലോർഡായ ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കണം. ഇല്ലെങ്കിൽ പണം കൊടുക്കണം. ലവ് ഇൻ ആക്ഷന്റെ നേതൃത്വത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ചില പ്രോജക്റ്റുകൾ, ചില പുതിയ പ്രോജക്റ്റുകൾ വരാൻ പോവുകയാണ്. കോസ്റ്റൽ ഏരിയയിൽ, തീരദേശങ്ങളിൽ ഒരു ഉണർവിന്റെ, പണ്ട് കണ്ട സുനാമി തിരമാലയല്ല, ഉണർവിന്റെ തിരമാല, സുനാമി തിര കോസ്റ്റൽ ഏരിയയിലൂടെ അടിക്കാൻ പോവുക. വിളിച്ചു പറയുന്ന വാഗ്ദത്തങ്ങൾ നാളത്തെ പ്രാർത്ഥന വിഷയങ്ങളാണ്. പ്രൊഫറ്റിക് സൺസ് ആൻഡ് ഡോട്ടേഴ്സ് എഴുന്നേൽക്കാൻ പോകുന്നു. പ്രവചിക്കുന്ന പുത്രന്മാരും പ്രവചിക്കുന്ന പുത്രിമാരും എഴുന്നേൽക്കാൻ പോകുന്നു. ബാങ്കിങ് സെക്ടറുകളിൽ ജോലി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ബാങ്കിങ് സെക്ടറുകളിൽ ജോലി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വലിയ ബ്ലെസ്സിംഗ് 2004 അതിന്റെ മേൽ വരികയാണ്. എഡ്യൂക്കേഷൻ ഫെസ്റ്റ് പോലെ വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന ചില ഫെസ്റ്റുകൾ, അതിൽ ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ നക്ഷത്രങ്ങൾ പോലെ തിളങ്ങുന്നത് നിങ്ങൾ കാണും. സ്പോർട്സ്, ഗെയിംസ്, അത്ലറ്റിക്സ്, ഇതിൽ ദൈവത്തിന്റെ അഭിഷേകമുള്ള, അന്യഭാഷ പറയുന്ന, ജീസസ് ബ്രാൻഡുള്ള ടീഷർട്ടോ ജേഴ്സിയോ ക്യാപ്പോ ഒക്കെ വെച്ചവർ രംഗത്തിറങ്ങാൻ പോകുന്നു. വിശ്വസിക്കുകയാണെങ്കിൽ മാത്രം കൈയടിക്കുക. എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പോലെയുള്ള ചില സ്പെഷ്യൽ കാറ്റഗറിയിലേക്ക് ദൈവത്തിന്റെ ചില കുഞ്ഞുങ്ങള് കർത്താവ് വിടാൻ പോവുക. ഡോക്ടറേറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഗ്രാൻഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഡോക്ടറൽ തിസീസുകൾ അപ്രൂവ് ചെയ്യപ്പെടുന്ന ഒരു വർഷം പോലെ പരിശുദ്ധാത്മാവിനെ കാണിച്ചു. മറ്റൊന്നെ കാണിച്ചത് ബാനർ ഓഫ് വിക്ടറി, ഒരു ജയക്കൊടി ദൈവജനത്തിന്റെ തലയുടെ മുകളിൽ പാറി പറക്കുന്ന ഞാൻ കണ്ടു. അടുത്ത ഞാൻ കണ്ടത് മാസ് ബാപ്റ്റിസ്മൽ സർവീസസ്, കൂട്ടസ്നാനങ്ങൾ. പക്ഷേ ഇതുവരെ കാണാത്തൊരു കാഴ്ച, ബ്ലെസ്സിംഗ് ടുഡേയിൽ കണ്ടിട്ടില്ലാത്തൊരു കാഴ്ച ഞാൻ കണ്ടു. രജനീകാന്ത് ബ്രദർ എവിടെയെങ്കിലും ഉണ്ടോ? കണ്ടത് പറയട്ടെ. ഇവിടെ നിൽക്ക്. ഒരേ ഗൗണിട്ട് സ്നാനപ്പെട്ട് കയറുന്നു. നീല, പച്ച, വെള്ള സാരി, ചുരിദാർ, ഷർട്ട്, പാൻസ്, ടീഷർട്ട്, അങ്ങനെയല്ല, ജീൻസ്, അങ്ങനെയല്ല. എല്ലാവരും കയറുമ്പോൾ ഒരേപോലെയുള്ള ഗൗൺ. അത് കൊച്ചിയിൽ നടത്താൻ പറഞ്ഞിട്ട് ആരും മുന്നോട്ട് വന്നില്ല. കുറെ ശ്രമിച്ച് വിട്ടുകളഞ്ഞു. പക്ഷേ തിരുവനന്തപുരത്ത് അത് നടക്കും. അടുത്ത 1 മിനിറ്റിനുള്ളിൽ സൗഖ്യമാകാൻ മനസ്സുള്ള ആരെങ്കിലും ഇതിനകത്തുണ്ട്? 1 മിനിറ്റിനുള്ളിൽ സൗഖ്യമാകാൻ ആരെങ്കിലും ഉണ്ട് ഇതിനകത്ത്? തൊണ്ടയിലുള്ള മുഴകൾ അപ്രത്യക്ഷമാകും. തൊണ്ടയിൽ ഇവിടെയും മുഴകൾ അപ്രത്യക്ഷമാകുന്നു. വായ്ക്കകത്ത് ഇങ്ങനെ ബൾജ് ചെയ്ത് വരുന്ന രോഗം യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകും. ഈ സൈഡിൽ ഇഡലി പോലെ വീർത്തു വരുന്ന, കീഴ്വയറിലൊക്കെ വരുന്ന പോലെയുള്ള മുഴകൾ യേശുവിന്റെ നാമത്തിൽ തന്നെ ക്യാൻസൽ ചെയ്യുകയാണ്. ക്യാൻസർ രോഗം യേശുവിന്റെ നാമത്തിൽ ഇതിനകത്ത് കത്തി ചാർക്കോളായി, ചാരമായി മാറുക. അപസ്മാരത്തിന്റെ ആത്മാവ് പടിയിറങ്ങുന്ന ദിവസമാണ്. മെന്റൽ ഇൽനസ് സൗഖ്യമാകുന്നു. ബ്രസ്റ്റിൽ ലംബോ മുഴകളോ ഉള്ള സഹോദരിമാർ ഇപ്പോൾ സൗഖ്യമാകുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നട്ടലിന്റെ കേടുമായി കഴിഞ്ഞ 16 വർഷത്തോളം
ജീവിക്കുന്ന ആരും ഇതിനകത്തുണ്ട്. ഇന്ന് വിടുതലാണ്. ഞാൻ ഈ കോമ്പൗണ്ടിൽ കയറിയപ്പോഴാണ് ഹോള് മനസ്സിലായത്. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ 1-2 ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടന്നിട്ടുണ്ട്, കുറേ നടന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ ഓർക്കുന്നൊരു സാക്ഷി, ഇവിടെ എവിടെയോ ഏതൊരു ഭാഗത്തൊരു ഓട്ടോ ഡ്രൈവർ പണ്ട് ഇരുന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ മേലൊരു അഭിഷേകം വന്നിട്ട് 3-4 കസേരയും കൂടി തെറിപ്പിച്ചുകൊണ്ട് പോയി. അതിനുശേഷം എവിടെയോ വന്ന് സാക്ഷ്യം പറഞ്ഞു. പണ്ട് മുതലേ സ്ഫോടനാത്മകമായ ശക്തി ഇറങ്ങുന്നൊരു ഹോളാണ്. 2024 ഒത്തിരി കൂടിയിട്ടുണ്ട്. ശക്തിയോടെ കൈകൾ അടിച്ച് കർത്താവിന് നന്ദി പറ.